സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഇന്ത്യ മുഴുവൻ +2 ശേഷമുള്ള മികച്ച ക്യാമ്പസിലും കോഴ്സുകളിലും അഡ്മിഷൻ കിട്ടാനുള്ള എക്സാമിനേഷനാണ് CUET എക്സാമിനേഷൻ. ഇനി ഈ എക്സാം എഴുതാൻ തീരുമാനിച്ച് CUETയുടെ വെബ്സൈറ്റിലേക്ക് നമ്മൾ എൻ്റർ ആയാലോ 37 സബ്ജക്റ്റുകളാണ് CUETയിൽ എക്സാമിനേഷന് കാണുക. അപ്പം ഇതെല്ലാം കണ്ടിട്ട് പേടിക്കണ്ട കേട്ടോ. 5 സബ്ജക്റ്റ് വരെ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഈ 37 സബ്ജക്റ്റുകളിൽ 5 എണ്ണം ഞാൻ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്? ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം, ഏത് കോഴ്സിന് പഠിക്കണം, അതിനുള്ള എലിജിബിലിറ്റി എന്തെന്നുള്ളത് ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് നാം മനസ്സിലാക്കുക. എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഐക്കർ യൂണിവേഴ്സിറ്റിയിൽ ഒരു അഗ്രികൾച്ചർ കോഴ്സിനാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ അവിടെ വേണ്ടത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ്. അപ്പോൾ ഈ 5ൽ 3 നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സെലക്ട് ചെയ്യാം. ഇനി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള BTech കോഴ്സുകളുണ്ട്. അതിന് വേണ്ട എലിജിബിലിറ്റി എന്താണ്? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ CUETക്ക് നമുക്ക് ഏത് സെലക്ട് ചെയ്യാം? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സെലക്ട് ചെയ്യാം. ഇതിനോടൊപ്പം എനിക്കൊരു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യണം. അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ആവശ്യമുള്ള സബ്ജക്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഏത് സെലക്ട് ചെയ്യാം? ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ കോഴ്സിനും ആവശ്യമുള്ള സബ്ജക്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് 5 സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്ത് നമുക്ക് CUET എക്സാമിനേഷൻ എഴുതാം. എന്നിട്ട് നമുക്ക് ലഭിക്കുന്ന ആ മാർക്ക് ആ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്കുള്ള എലിജിബിലിറ്റി നേടാം. ആ യൂണിവേഴ്സിറ്റിയിലൂടെയുള്ള കോഴ്സുകൾക്ക് പഠിക്കുകയും ചെയ്യാം. വീണ്ടും ഓർക്കുക, CUET എക്സാമിനേഷൻ എന്ന് പറയുന്നത് 1,00,000-ലധികം സീറ്റുകളിലേക്കുള്ള ഒരു സിംഗിൾ എക്സാമിനേഷനാണ്. +2 പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ CUET എക്സാമിനേഷൻ എഴുതണം. സബ്ജക്റ്റുകൾ മനസ്സിലാക്കണം, കൃത്യമായി രജിസ്റ്റർ ചെയ്യുക. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.